ദേ നല്ലൊരു വീട് ഉണ്ടാവും. ഹൈവേ ഫ്രണ്ടേജ് വീടിൻ്റെ ഫ്രണ്ട് കണ്ടില്ലേ, 3/4 കിലോമീറ്ററോളമാണ് റോഡ് ഫ്രണ്ടേജ്. 6.25 ഏക്കറിൽ ആണ് ഈ വീട്. 2 ഔട്ട് ഹൗസ്. ഈ വീടിൻ്റെ ലുക്ക് നിങ്ങളൊന്ന് നോക്കി. ഇപ്പോഴും പുതുപുത്തം പോലെ സൂക്ഷിച്ചേക്കണ എല്ലാവിധ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും. അത് ഞാനൊരു ലിസ്റ്റ് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത്രയും ഫ്രൂട്ട്സിൻ്റെ മരങ്ങളാണ് ഇതിൻ്റെ അകത്ത് നട്ടുപിടിപ്പിച്ചേക്കണത്. അപ്പോൾ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. കാരണം അത്ര നല്ലൊരു വീടാണിത്. അത് കണ്ട മുറ്റമൊക്കെ കണ്ട. ഈ വീടിൻ്റെ അകത്തോട്ട് കയറി അകത്തെ കാഴ്ചകളാണ് കാണേണ്ട. കാരണം ഒരു വീട് ഇത്രയും മനോഹരമാക്കാൻ പറ്റുമെന്ന് ഈ വീടിൻ്റെ അകത്ത് കയറി കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഈ പറമ്പ്, ഇതിൻ്റെ അകത്താണെങ്കിൽ മംഗോസ്റ്റിൻ, അവക്കാഡോ, മാജിക് ഫ്രൂട്ട്, ഫുലാസൻ, സപ്പോട്ട, ഡ്രാഗൺ ഫ്രൂട്ട്, മുള്ളാത്ത, ചാസ, ആത്ത, ജാതി, വാഴ, തെങ്ങ്, കമുക്, പേര, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വേറെ. അങ്ങനെ എല്ലാവിധ സൗകര്യമുള്ള നല്ലൊരു വീട്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അകത്തുള്ള ഈ പറമ്പിലുള്ള ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അതായത് നമുക്ക് വരുമാനം കിട്ടുന്നൊരു ഇതാണ്, ആദായം കിട്ടുന്നൊരു വസ്തു. അതും മെയിൻ റോഡ് ഫ്രണ്ടേജ്. ഞാനേ എല്ലാം നിങ്ങളെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. കാരണം ഇതിനകത്ത് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട്. എല്ലാം ഫ്രൂട്ട്സിൻ്റെ മരങ്ങളാണ് നിൽക്കുന്നത്. ഇതൊക്കെ പ്രിയൂര് മാവ്, അല്ലാത്ത മാവ്, മംഗോസ്തി. നിങ്ങളിത് നേരിട്ട് വന്ന് കാണണം. എന്നാലേ ഇവിടെ എന്തൊക്കെയാണ് ഇതിൻ്റെ സൗകര്യങ്ങൾ എന്നെല്ലാം മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ച് അവിടെ പരിചയപ്പെടുത്തി പോകാം. കാരണം ഇത് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തണമെങ്കിൽ ഭയങ്കര ലോങ് വീഡിയോ പോകും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് അങ്ങോട്ട് അവസാനിപ്പിക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇൻട്രോ കണ്ടിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് വരാം, കാണാം. കണ്ട ഇപ്പോഴും ഇതിൻ്റെ പറമ്പൊക്കെ നോക്കി നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് സൂക്ഷിച്ചേക്കണ വീടാണ്. അതധികം പഴക്കമില്ലാത്ത വീട്. ഈ ബാക്കിൽ കാണാണ് ഒരു ഔട്ട് ഹൗസ് കേട്ടോ. സർവൻറ്റിനൊക്കെ താമസിക്കാനുള്ള ആ ഒരു ഇതിൽ, പിന്നെ സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കണം. വേണമെങ്കിൽ വെള്ളത്തിനൊക്കെ ഒരുപാട് സോഴ്സാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ കിണർ. കണ്ട അതിന് നെറ്റ് ഇട്ടേക്കണേണ്. അത് സ്റ്റീലിൻ്റെ ഇത് നെറ്റ് ഇട്ടേക്കണേണ്. കാരണം ഒരു പ്രാണി പോലും അകത്തോട്ട് കിടക്കരുതെന്ന്. നെറ്റ് ഇട്ടേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വായു കയറി ഇറങ്ങാൻ വേണ്ടിയാണ് നെറ്റ് ഇട്ടേക്കണം. ഞാനിപ്പോൾ ജസ്റ്റ് ഈ വീടിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കുറച്ച് കാണിച്ചു തരാം. ഈ 6.25 ഏക്കർ നമുക്ക് മുഴുവനൊന്നും കൊണ്ടുപോയി കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രമായിട്ട് കുറേ കാര്യങ്ങളാണ് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് വന്ന് നേരിട്ട് കാണാം. കാരണം ഒരുപാട് സൗകര്യങ്ങളും ഒരുപാട് വരുമാനവും ഒക്കെ കിട്ടുന്ന ഒരു വീടാണ്. പിന്നെ വീട്ടിൻ്റെ അകത്തെ സൗകര്യങ്ങൾ അത് ഒന്നും പറയാനില്ല. അത് നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടോ. കാരണം അത്രയും ലക്ഷറി ഫിനിഷിങ്ങാണ് ഈ വീടിന് കൊടുത്തേക്കണം. അതുപോലെ തന്നെ സോളാറ് കാര്യങ്ങൾ അതൊക്കെ വൻ ഇതാണ്. അതിനൊക്കെ പ്രത്യേകം റൂം തന്നെയുണ്ട്. നമുക്കുള്ള പവർ സൂക്ഷിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാനതൊക്കെ കാണിച്ചിരുന്നത്. ഇത് 2ാമത്തെ ഔട്ട് ഹൗസ് ഉണ്ടോ. ഇവിടെയാണ് നമുക്ക് ഈ കോഴിനെ, ആടിനെയൊക്കെ വളർത്താനുള്ള ഒരു സൗകര്യം കണ്ട. ചക്കയൊക്കെ കായ്ച്ചിരിക്കുന്നുണ്ടോ. ഈ വീട്ടിലോട്ടും ഒരു എൻട്രൻസ് ഉണ്ട് കേട്ടോ പുറത്തുനിന്ന്. നേരെ കണ്ട കോഴിക്കൂടാണ്. ഇതിനകത്തൊക്കെ ഇഷ്ടം പോലെ കോഴിയുണ്ട് കേട്ടോ. ഉണ്ടാവും നാടൻ കോഴിനെ വളർത്തണേണ്. കണ്ട തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ നാടൻ കോഴി മുട്ടയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവർ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ വീട് വിൽക്കണത്. വെളിയിലോട്ട് പോണേന്. അപ്പോൾ ഇത് വിറ്റിട്ട് ഇവരങ്ങോട്ട് പോണത് കാരണം അവരൊറ്റ കാരണം കൊണ്ട് മാത്രം വിൽക്കണ വീടാണിത്. കാരണം ഇത്രയും നല്ലതായിട്ടിത് കൊണ്ടു കിടന്നിട്ട് വിൽക്കാൻ വേണ്ടി അവർക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല. അവർ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് പോണത് കാരണം കൊടുക്കണേണത്. അങ്ങനെ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ വെളിയിലാണ്. കണ്ടതാണ് 2ാമത്തെ എൻട്രൻസ് എന്ന് പറഞ്ഞാൽ. അത് ഈ ഔട്ട് ഹൗസിലോട്ട് നേരിട്ട് വരാൻ വേണ്ടിയുള്ളതാണ്.
പിന്നെ ഞാൻ വെള്ളത്തിൻ്റെ വലിയൊരു സോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് കാണിച്ചു തരാം കേട്ടോ. കണ്ട് ഇതൊക്കെ ആണ് ഹൈവേ ആണ് കാണുന്നത്. അപ്പുറത്ത് കണ്ടത് ഇപ്പുറത്ത് കണ്ടതും എല്ലാം ഹൈവേ ആണ്. കണ്ട ഇത് വലിയൊരു കിണറാണത്, ഒരിക്കലും പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെയുള്ള ചെടിയും കാര്യങ്ങളും ഫ്രൂട്ട്സിൻ്റെ മരങ്ങളൊക്കെ നനക്കാൻ വേണ്ടി എപ്പോഴും വെള്ളം ഉണ്ടാവും. കാരണം എല്ലാത്തിനും ടാങ്ക് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കണാണ്. എല്ലാ മരത്തിൻ്റെ അടിയിലും പൈപ്പും കാര്യങ്ങളും പോയേക്കണാണ്. ഒരാളും വെള്ളം കോരി ഒഴിക്കണ്ട. വെറുതെ ടാപ്പൊന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും വെള്ളം കിട്ടും. ഈ കാണുന്ന 1.25 ഏക്കറിലാണ് ഇത്രയും ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും വീടും കാര്യങ്ങളൊക്കെ നിൽക്കണം. ഇതിൻ്റെ ഈ ബാക്കിലോട്ട് കണ്ട, ഈ ബാക്കിലോട്ട് കാണുന്നത് ഒരു 5 ഏക്കർ റബ്ബർ തോട്ടമാണ്. ഇതിൻ്റെ ഈടി തന്നെ പണിയാൻ വേണ്ടി 3 വർഷം എടുത്ത്. കാരണം ഇതിൻ്റെ ഈ ഇടി കെട്ടിയേക്കണുണ്ടല്ലേ കരിങ്കല്ലുകൊണ്ട്, കോടികളുടെ കല്ലറൊക്കെയായിട്ടാണ് പുള്ളി ഇതിൻ്റെ ഓണർ ഇതിൻ്റെ ഈടി കെട്ടിയത്. കണ്ട കരിങ്കല്ലിനാണ്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളാണ്. അല്ലെങ്കിൽ ആ തോട്ടമൊക്കെ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് എടുക്കും. കംപ്ലീറ്റ് തേക്കാണ്. അത്രയും കുബിക്കടി തേക്കാണ് ഈ വീട്ടിൽ ഉപയോഗിച്ചേക്കണം. ഇതൊക്കെ നിങ്ങൾ നേരിട്ട് വന്നിട്ടുണ്ടാ. ഇതാണ് ലിവിങ് ഏരിയ. ഫുൾ ഫർണിച്ചർ അടക്കൊണ്ട് ഈ വീടിൻ്റെ വിൽപ്പന. കണ്ട കംപ്ലീറ്റ് ആണ് ഗ്രാനൈറ്റാണ് പൊതിഞ്ഞേക്കണം. കട്ടള കാര്യങ്ങളെല്ലാനും ഫ്ലോറ് കംപ്ലീറ്റ് ഇറ്റാലിയൻ മാർബിളും. കണ്ട ഈ ഫ്ലോർ ചെയ്തേക്കണ കംപ്ലീറ്റ് ഇറ്റാലിയൻ മാർബിളാണ്. കണ്ട ഡിസൈൻ വർക്കൊക്കെ ചെയ്തേക്കണമൊക്കെ ഫിൽഡർ എല്ലാനും ഫുൾ ഇറ്റാലിയൻ മാർബിളാണ് ഡിസൈൻ വർക്ക് ചെയ്തേക്കണം. ഇതെല്ലാനും തേക്കിലുള്ള കണ്ട. ഇത് ക്രിസ്ത്യൻസിൻ്റെ വീടാണ്. അതാണ് പ്രാർത്ഥനയൊക്കെ ഉള്ളതൊക്കെ കണ്ടത്. ഇതാണ് നിങ്ങളുടെ TV ഏരിയ വരുന്നത്. ഉണ്ട് ഫ്ലോറെല്ലാം കണ്ടില്ലേ, ഫ്ലോർ കംപ്ലീറ്റ്. അതേപോലെ തന്നെ സ്റ്റെയർ കേസ് എല്ലാം ഇറ്റാലിയൻ മാർബിളാണ്. അത് ഹൈ ക്വാളിറ്റി ഉള്ളത്. മുകളിലും എല്ലാം ഒരുപാട് കാഴ്ചകളുണ്ട് കാണാൻ. ഞാൻ നിങ്ങളെ 1 by 1 ആയിട്ട് എല്ലാം കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഇതാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയയാണ് കോമൺ ആയിട്ടുള്ളത്. അവിടെ ഒരു ബാത്റൂം. ആ സൈഡ് തൊട്ട് ഈ പാനൽ ചെയ്തേക്കണ മുഴുവൻ ഇറ്റാലിയൻ മാർബിളിൻ്റെ പീസാണ്. എൻ്റെ 600 ചില്ലം പീസാണത്. അത്രയും ക്വാളിറ്റി ആയിട്ടാണ് ഈ വീടിൻ്റെ നിർമ്മാണം. ഈ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ മധുര ദേശീയപാതയാണ് നമ്മൾ ആ റോഡ് കണ്ടത്. ആ റോഡിൻ്റെ ഫ്രണ്ടേജാണ്. ഇതാണ് നിങ്ങളുടെ കിച്ചൺ. മെയിൻ കിച്ചണൊക്കെ കണ്ടില്ലേ. ഇതാണ് സെക്കൻഡ് കിച്ചൺ. ഇനി വേറൊരു കിച്ചൺ അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറെ ഉണ്ട്. കണ്ട 3 കിച്ചണാണ് ഈ വീടിനുള്ളത്. സർവൻറ്റിനുള്ള ബാത്റൂം, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ വീടിനുണ്ടെന്നുള്ളതാണ്. ഇത് ഫസ്റ്റ് ബെഡ്റൂം. ഒരേ ബെഡ്റൂമായിട്ട് കണ്ടുപോവാം. കണ്ട സീലിംഗ് വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്ത് കബോർഡ് കാര്യങ്ങളെല്ലാം കണ്ട ഇപ്പോഴും പുതുപുത്തം പോലെ തന്നെ ഇരിക്കണം. ഈ വീടിന് ഏകദേശം 10 വർഷം കൊടുക്കുക പഴക്കമുണ്ട്. പക്ഷെ കണ്ടാൽ പറയൂല. ഈ 6.25 ഏക്കറും ഈ വീടിനെ കൊണ്ട് ചോദിക്കണ വില 16.5 കോടി രൂപയാണ്. പക്ഷെ അത് നെഗോഷ്യബിളാണ് കേട്ടോ. കാരണം അതുപോലെ വർക്ക് ചെയ്തേക്കുന്ന ഒരു വീടാണ്. അതിൻ്റെ പവർ ബാക്കപ്പൊക്കെ നിങ്ങൾ കണ്ടോട്ടെ. ഇത് കുട്ടികൾക്കുള്ള സ്റ്റഡി റൂമാണ്ടത്. എന്താ ഒരു ഏരിയ എന്നൊക്കെ. കാരണം ഈ വീടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കാശ് മുടക്കി പണിതേക്കുന്ന വീടാണ്. ഇറ്റാലിയൻ മാർബിളൊക്കെ ഇട്ട് ഇത്രയും ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത്. രണ്ടാമത്തെ ബെഡ്റൂം ഇട്ടാ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര കോടി രൂപ മുടക്കണമെന്നറിയില്ല. അത് കംപ്ലീറ്റ് തേക്ക് തടി. അത്രയും കുബിക്കടി തേക്കാണ് ഈ വീട്ടിൽ കയറിയേക്കണം. പണി തീരാൻ തന്നെ വർഷങ്ങളെടുത്ത്. ഇതേ 3-ാമത്തെ ബെഡ്റൂം.
ഇത് അതിൻ്റെ കബോർഡ് കാര്യങ്ങൾ, അതിൻ്റെ ബാത്റൂം കണ്ട, എല്ലാം റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം. അല്ലാണ്ട് വേറെ ഒരെണ്ണമുണ്ട് ഇവിടെ അതിൻ്റെ പവർ ബാക്കപ്പും കാര്യങ്ങളൊക്കെ. അത് നിങ്ങളുണ്ട് എല്ലാം സോളാർ. അതിൻ്റെ കറണ്ട് ബില്ല് കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. വേണ്ട, പവർ ബാക്കപ്പാണ് ഈ കാണുന്നത്. വേണ്ട, എന്താ ഒരു ഇത് നോക്കി. പുറത്തായാലും അകത്തായാലും കറണ്ടിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. വേണ്ട, അത്രയും ലുക്കിൽ ഇപ്പോഴും പുതുപുത്തൻ പോലെ തന്നെ ഇരിക്കുന്നതാണ്. ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈൻ വർക്കാണ് കംപ്ലീറ്റ്. അതൊക്കെ മോഹവിലയാണ്. എൻ്റെ സൈഡൊക്കെ ഫിനിഷ് ചെയ്തേക്കണണ്ട. തടി എങ്ങനെ ചെയ്യും അതുപോലെയാണ് ഇറ്റാലിയൻ മാർബിളിൽ ചെയ്തേക്കണം. അതുപോലെ ലക്ഷറി ലുക്ക്. ഇവിടെ ഒരു ടി വി ഏരിയയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലെ നിലയില ഫസ്റ്റ് ബെഡ്റൂം. ഞാനിത് ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ച് പോകുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളിത് വന്ന് നേരിട്ട് കാണാം, എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഇത് അതിൻ്റെ ബാത്റൂം, ഡ്രസ്സിങ് ഏരിയ കാര്യങ്ങൾ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയൊരു ബാത്റൂമുണ്ട്, ഒരു റൂമിലേലും വലുത്. ഇതാണ്, ഇതൊരു ബാത്റൂമാണ്. കണ്ട, ഒരു ലക്ഷറി ബാത്റൂം. അതിൻ്റെ വലിപ്പം കണ്ടോ നിങ്ങൾ? പറഞ്ഞാൽ ഇവിടെ നേരിട്ട് ഒന്ന് കാണണം നിങ്ങളിതൊക്കെ മനസ്സിലാവണമെങ്കിൽ. അപ്പോൾ ഈ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. വിലയൊക്കെ നെഗോഷ്യബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം. കാരണം ഇത് മധുര വൈക്കം ഇതാണ് ദേശീയപാത, ആലപ്പുഴ ദേശീയപാതയാണ് ആ ഫ്രണ്ടിൽ കണ്ടത്. അടുത്ത ബെഡ്റൂം. അപ്പം ഇതിന് എത്ര ബെഡ്റൂം കണ്ടെന്ന് വല്ല എണ്ണം ഉണ്ട്. ആണ് വീടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോയൽ വീടാണ്. ഇനി വേണ്ട സൗകര്യങ്ങൾ, ഇനിയാണ് ജിമ്മും കാര്യങ്ങളൊക്കെ. ഈ വീട്ടിൽ പ്രൈവറ്റായിട്ടൊരു ജിമ്മ് തന്നെയുണ്ട്. കണ്ടോ, ജിംനേഷ്യം കണ്ടോ? കണ്ടോ, എത്ര പേരുണ്ടെങ്കിലും കുഴപ്പമില്ല, രാവിലെ തന്നെ എല്ലാവർക്കും ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഇത് ബാൽക്കണി. അത് ഇപ്പോഴും പുതുപുത്തം പോലെ തന്നെ ഇരിക്കണം എന്നുള്ള വീട്. കാരണം ആർക്കെങ്കിലുമൊക്കെ ഈ റിട്ടയർമെൻറ്റ് ലൈഫൊക്കെ ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ശുദ്ധവായു, അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വീട് വാങ്ങിക്കോ. നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഇതൊക്കെ ഒന്നും ഒരു കാലത്ത് നഷ്ടം വരില്ല. ഇത് അടുത്ത ബെഡ്റൂം ഉണ്ടാക്കേണ്ടത്. ഒരു ഓപ്പൺ ഏരിയ. ഞാനിവിടെ വെച്ച് നിർത്തണേണത്.